ആറന്മുള ഭഗവാന് തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങൾ എത്തിക്കുന്നതിനായി മങ്ങാട്ട് ഭട്ടതിരി പുറപ്പെട്ടു. കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്ത് നിന്നാണ് യാത്ര തുടങ്ങിയത്. മൂലം നാളായി ഇന്ന് കുമാരനെല്ലൂരിൽ നിന്ന് ചുരുളൻ വള്ളത്തിൽ യാത്ര തിരിച്ച ഭട്ടതിരി കാട്ടൂരിലേക്കാണ് ആദ്യമെത്തുക. തിരുവോണ ദിവസം പുലർച്ചെ 18 കരകളിലെ ചുണ്ടൻ വള്ളങ്ങളുടെ അകമ്പടിയോടെ തിരുവോണത്തോണിയിൽ ആറന്മുളയിലെത്തും. അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇത്തവണ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാനായി യാത്ര തിരിച്ചത്. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഭട്ടതിരിയെ യാത്രയക്കാനായി മങ്ങാട്ട് ഇല്ലത്ത് എത്തിയിരുന്നു. ഏതാണ്ട് 11:45 കൂടിയാണ് മങ്ങാട്ട് ഭട്ടതിരി ആറന്മുളയിലേക്ക് യാത്ര തിരിച്ചത്. കുടുംബത്തെ തറവാട്ടിലെ ആചാരപരമായ പൂജകളും ഒക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് വലിയ വായ്ക്കുരവകളുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് മങ്ങാട്ട് ഭട്ടതിരി യാത്ര തിരിച്ചിരിക്കുന്നത്. ചുരുളൻ വള്ളത്തിലാണ് യാത്ര, പതിവ് പോലെ പരമ്പരാഗതമായ രീതിയിൽ ഉള്ള യാത്ര. ഇത്തവണ കഴിഞ്ഞ തവണത്തേതുപോലെ അരുൺ നാരായണ ഭട്ടതിരിയാണ് മങ്ങാട്ടില്ലത്തെ കാർണവരായി ആറന്മുളയ്ക്ക് കാട്ടൂരിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തിരുവോണ തോണിക്ക് അകമ്പടി സേവിക്കുക എന്ന വലിയ ദൗത്യമാണ് അരുൺ നാരായണ ഭട്ടതിരി ഇത്തവണയും ചുമലിലേറ്റിയിരിക്കുന്നത്. ഈ മീനച്ചിലാറ്റിൽ നിന്ന് യാത്ര തുടങ്ങി മണിമലയാറ്റിലൂടെ പമ്പയാറ്റിലെത്തിയാണ് ഈ ഫലത്തിൽ ആറന്മുളയിലേക്ക് എത്തുക. അന്ന് ഈ തിരുവോണ ദിവസം പുലർച്ചെയാണ് കാട്ടൂരിൽ നിന്ന് ഏതാണ്ട് 18 കരകളുടെ വള്ളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് തിരുവാറന്മുള അപ്പന് ഉള്ള വള്ളസദ്യയ്ക്ക് വേണ്ടി, തിരുവോണ സദ്യയ്ക്ക് വേണ്ടിയുള്ള വിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരി യാത്ര പോകുന്നത്. എന്തായാലും വലിയ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ, ഒരുപാട് വിശ്വാസം നിറഞ്ഞത്. പ്രത്യേകിച്ച് തിരുവാറന്മുള അപ്പൻ സ്വപ്നത്തിൽ മങ്ങാട്ട് ഭട്ടതിരിയുടെ സ്വപ്നത്തിൽ ദർശനം നൽകിയെന്നും അതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഐതിഹ്യങ്ങളാണ് ഈ മങ്ങാട്ടില്ലവുമായി ബന്ധപ്പെട്ടുള്ളത്. നേരത്തെ കാട്ടൂരാണെങ്കിലും ഈ മങ്ങാട്ടില്ലം കോട്ടയം കുമാരനെല്ലൂരിലേക്ക് താമസം മാറിയെങ്കിലും ഈ ഒരു കുടുംബത്തിനുള്ള ആ ഒരു ദൗത്യം അത് അങ്ങനെ തന്നെ തുടരുകയാണ്. എന്തായാലും വിദേശത്തുള്ള അരുൺ നാരായണ ഭട്ടതിരി ഇന്നലെയാണ് നാട്ടിലെത്തുകയും ഈ ചടങ്ങ് അത്രത്തോളം തനിക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു യാത്രയുടെ ഭാഗമാകുകയും ചെയ്തത്. കുമാരനെല്ലൂരിൽ നിന്ന് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.